പ്രിയമുള്ള മലയാളി പ്രേക്ഷകരെ, ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന ചാനൽ പരമ്പരയുടെ 15ാം ഭാഗമാണെന്ന് അവതരിപ്പിക്കുന്നത്. അതിൽ തന്നെ അന്ധവിശ്വാസം ഉപേക്ഷിച്ചാൽ എന്നതിൻ്റെ 2ാം ഭാഗമാണ്. അന്ധവിശ്വാസം ഉപേക്ഷിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് GK ബാബുരാജ് പടപ്പക്കര. കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് എൻ്റെ നാട്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം കാര്യമായി എന്നോട് ക്ഷമിച്ച് എന്നോട് സഹകരിച്ച് വരണമെന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അന്ധവിശ്വാസം ഉപേക്ഷിച്ചാൽ എന്ന 2ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അന്ധവിശ്വാസത്തെക്കുറിച്ച് മാനവ ചരിത്രത്തിൻ്റെ ചരിത്രമെന്ന് പരിശോധിച്ചാൽ അന്ധവിശ്വാസം ആരംഭിക്കുന്നത് ആദിമ മനുഷ്യൻ്റെ ആദിമ ശിലായുഗത്തിലെ ആദിമ മനുഷ്യനിൽ നിന്നാണ്. അന്ന് അവൻ്റെ ജീവനെ നശിപ്പിക്കുന്ന കൊടുങ്കാറ്റിനെയും പേമാരിയും പോലുള്ള പ്രകൃതി ശക്തികളെ അവൻ ഭയപ്പെട്ടു. ആ ഭയത്തിൽ നിന്ന് ജീവരക്ഷയ്ക്ക് വേണ്ടി അവൻ കൈകൂപ്പി നിന്ന് ആ പ്രകൃതി ശക്തികളെ ആരാധിച്ചു തുടങ്ങുന്നു. അതിനുശേഷം നവീന ശിലായുഗത്തിലെത്തുമ്പോഴേക്ക് ഗോത്രങ്ങളായി ജീവിച്ചു തുടങ്ങുന്ന മനുഷ്യൻ ഗോത്രത്തിൽ കല്ലുകൊണ്ടും മറ്റ് മണ്ണുകൊണ്ടുമൊക്കെ വിഗ്രഹങ്ങളുണ്ടാക്കി അതിനെ ആരാധിച്ച് ശീലിച്ചു തുടങ്ങുമ്പോഴേക്കും ഓരോ ഗോത്രങ്ങൾക്കും ഓരോ മതങ്ങളെന്ന കാലഘട്ടത്തിലേക്ക് മാറുന്നു. അങ്ങനെ ഗോത്രങ്ങളിൽ ഒതുങ്ങി നിന്ന മതങ്ങൾ അത് വിശാലമായി വളരുകയും ഗോത്രങ്ങൾ പലത് ചേർന്ന് മതങ്ങൾ രൂപപ്പെടുകയും നായാടി ജീവിച്ചിരുന്ന മനുഷ്യൻ ഗോത്രത്തിലേക്ക് വന്നപ്പോഴേക്ക് ഈ വളർച്ചകളൊക്കെ ഉണ്ടായി. നായാടി ജീവിച്ച മനുഷ്യൻ സ്വസ്ഥമായി സ്ഥിരമായും കൃഷിഭൂമിയിലേക്കും മറ്റും കിടന്ന് കൃഷി ആരംഭിച്ചതോടുകൂടി തന്നെ മതങ്ങളും പടിപടിയായി വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ആധുനിക യുഗമായപ്പോഴേക്ക് ലോകമാകമാനം ആയിരക്കണക്കിന് മതങ്ങൾ ജനിക്കുകയും വളരുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും രണ്ടുള്ളവൻ ഇല്ലാത്തവനൊന്ന് കൊടുക്കണമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മതം ഈ ഭൂമുഖത്ത് പിറന്നു വീഴുകയുണ്ടായി. അവരുടെ മതവചനങ്ങളിലും മഹത്തായ പ്രവർത്തനങ്ങളിലും ആകൃഷ്ടരായ ജനക്കൂട്ടം ആ മതത്തെ ലോകമതമായി വളർത്തിയെടുത്ത് അവരുടെ സത്പ്രവർത്തനങ്ങളും സദ്ഗുണങ്ങളും അനേകായിരം ഉദാഹരണങ്ങളോടി പറയാനുണ്ടെങ്കിലും ഒരു ചെറിയ ഉദാഹരണം, കേരളത്തിലെ ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം. കേരളത്തിലെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഭൂമി വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് കുടിയിറക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക്, നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജുകൾ നടപ്പാക്കാതെ അവരെ കഷ്ടത്തിലും ദുരിതത്തിലുമാക്കി വഞ്ചിച്ച സർക്കാരിനെതിരെ ഈ മതത്തിലെ പുരോഹിതന്മാരെല്ലാം കൂടെ സമരരംഗത്തെത്തി അതിഘോരമായ സമരം നടത്തി നൂറുകണക്കിന് നാശനഷ്ടങ്ങളുണ്ടാക്കി ഒരു പോലീസ് സ്റ്റേഷൻ വരെ അടിച്ചു തകർത്ത് പോലീസുകാരെ മുഴുവൻ തെരുവിലിട്ടും പോലീസ് സ്റ്റേഷനിലിട്ടും വെട്ടിയും കുത്തിയും ചവിട്ടിയും ഒടിച്ചും മാരകമായി പരിക്കേൽപ്പിച്ച് അവരെ നശിപ്പിച്ച് ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ 80 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടും 1 രൂപ പോലും മേടിക്കാൻ കഴിവില്ലാതെ, ഒരു പെറ്റി കേസ് പോലും എടുക്കാൻ കഴിവില്ലാതെ ഒരു സർക്കാരെ മുട്ടുകുത്തിച്ചു. സർക്കാർ കീഴടങ്ങി ആ പാക്കേജ് നടപ്പാക്കാമെന്ന് സർക്കാർ സംവിധാനങ്ങൾ അവരെ സമാധാനിപ്പിച്ച് സമരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. എന്നാൽ ആ സമരത്തിനിടയിൽ ഒരു വലിയ സംഭവം, സമരം കഴിഞ്ഞപ്പോഴേക്ക് ഒരു മഹാസംഭവം ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സിമൻറ്റ് ഗോഡൗണുകളിൽ യാതൊരു മറയുമില്ലാതെ ഒരു ടാർപോളിൽ മറച്ച് ബാത്റൂം സൗകര്യം പോലുമില്ലാതെ കുഞ്ഞുകുട്ടി പരാധീനകളുമായി കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങളുടെ ചിത്രങ്ങൾ പത്രങ്ങളിലും TV-കളിലും ഇവിടുത്തെ ജനം കണ്ണ് നിറച്ച് കണ്ട് ആസ്വദിക്കുകയോ കണ്ണീരൊഴുക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ രണ്ടുള്ളവനില്ലാത്തവനെന്ന് കൊടുക്കുന്ന
നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന ഈ പുരോഹിതന്മാരാരും അങ്ങനെ ഒരു ചിത്രം കണ്ടതുമില്ല, കേട്ടതുമില്ല. അവർക്കതിനുള്ള നേരവുമില്ല. കാരണം അവർ ഇത്തിരിയും വേണ്ടി കച്ചവടം നടത്തുന്നവരാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയിലുമാണ് അവരുടെ കച്ചവടം. അതാകട്ടെ അവിടെ അവരുടെ സ്ഥാപനങ്ങളിൽ ജാതിമത വിവേചനങ്ങളൊന്നുമില്ല. എല്ലാ ജാതിക്കാർക്കും എല്ലാ മതക്കാർക്കും പ്രവേശനമുള്ള മതസൗഹാർദ്ദം നിലനിർത്തുന്ന മതേതര സ്ഥാപനങ്ങളാണ് അവിടെ. പക്ഷേ ഒരു പ്രശ്നം മാത്രമുണ്ട്, പണമില്ലാത്തവന് അങ്ങോട്ട് പ്രവേശനമില്ല. പണമില്ലാത്തവന് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് മരിക്കാം. പണമുള്ളവന് അവരുടെ ഹോസ്പിറ്റലുകളിൽ പോയി ലക്ഷങ്ങൾ ചിലവഴിച്ച് മരിക്കാം, ചികിത്സിച്ച് മരിക്കാം. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മതസൗഹാർദ്ദമാണ്, എല്ലാവർക്കും പഠിക്കാം. പക്ഷെ പണമുള്ളവന് മാത്രമേ പറ്റുകയുള്ളൂ. പണമില്ലാത്തവന് കൂലിപ്പണിക്ക് പോകാം. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന, ഈ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വളരെ പ്രഗത്ഭരായ മനുഷ്യരാണ് ഇവിടെ ബ്യൂറോക്രാറ്റിക്കുകളായും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരായും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരുന്ന് ഭരണചക്രം തിരിക്കുന്ന മഹാപ്രകൃതികളല്ല. പക്ഷേ ഈ മഹാപ്രതിഭകൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഇവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ വശപ്പശകാണത്. കാരണം സത്തയില്ല, സത്ത ഊറ്റിയെടുത്ത് കളയും. സത്ത എന്ന് പറഞ്ഞാൽ ഉൾക്കാമ്പ്, കഴിവ്, മനുഷ്യനെ സംബന്ധിച്ച് കഴിവ്, ശേഷി, ശേമുഷി, ബുദ്ധി, മനസ്സ് എന്നൊക്കെ പറയും. ഇത് നഷ്ടപ്പെടുത്തിയാണ് അവരുടെ വിദ്യാഭ്യാസം ഈ മഹാപ്രതിഭകളെ സൃഷ്ടിച്ചെടുക്കുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മുളക്, മല്ലി, മഞ്ഞൾ, ഇഞ്ചി, ചുക്ക്, ഏലം തുടങ്ങിയ കരയാമ്പു എല്ലാ വസ്തുക്കളും സിറ്റികളിലെ ഫാക്ടറികളിൽ, വൻകിട ഫാക്ടറികളിൽ കൊണ്ടുപോയി അതിൻ്റെ എസൻസ് ഊറ്റിയെടുത്ത ശേഷം ചണ്ടി വലിച്ചെറിയും. അതാണ് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. അതുപോലെയാണ് ഈ ബുദ്ധിജീവികൾ ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സഭയ്ക്കുള്ള മെച്ചമെന്തെന്ന് വെച്ചാൽ, ബിഷപ്പിൻ്റെ അരമനകളിലും പള്ളികളുടെ ഭണ്ഡാരങ്ങളിലും കന്യാസ്ത്രീ മഠങ്ങളിലും ഒക്കെ എത്തിച്ചേരുന്ന കോടാനുകോടികളുടെ കണക്ക് ആരും ചോദിക്കുകയില്ല. അതെങ്ങോട്ട് പോയെന്നോ എവിടെ പോയെന്നോ ഒന്നും ആർക്കും അറിയുകയും വേണ്ട. എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ പള്ളിയിൽ വിളിച്ചുകൂട്ടി ഇവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും. അവിടെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് പുരോഹിതൻ പ്രഖ്യാപിക്കും, സൂചിക്കുഴയിലൂടെ ഒട്ടകൻ കടക്കുന്നത് പോലെ മാത്രമേ സമ്പന്നന് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കേട്ട് പാവപ്പെട്ടവനും പണക്കാരനും പാമരനും പണ്ഡിതനുമെല്ലാം ഹല്ലേലൂയ പാടി ആമേൻ ചൊല്ലി പിരിയും. അതിനപ്പുറം മാനുഷികതയോ സഹജീവി സ്നേഹമോ ഇവരിൽ തൊട്ടുതെറിച്ചിട്ട് പോലുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ സിമൻ്റ് ഗോഡൗണുകളിൽ പട്ടിണി കിടക്കുന്ന എൻ്റെ സഹോദരങ്ങളായ മത്സ്യത്തൊഴിലാളികൾക്ക് ഇവർ ഒരു തുണ്ട് ഭൂമിയോ ഒരു വീടോ വെച്ച് കൊടുക്കുമായിരുന്നു. കാരണം ഇവരുടെയൊക്കെ പള്ളികളുടെ പണ്ടാരപ്പുരകളിലും ബിഷപ്പുമാരുടെ അരമനകളിലും കന്യാസ്ത്രീമാരുടെ മണിമാളികകളിലും സൂക്ഷിക്കുന്ന കോടിക്കണക്കിന് രൂപയിലധികം അവർക്ക് ഈ കേരളത്തിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സ്വന്തമായുണ്ട്. എന്നിട്ട് വിശന്നു മരിക്കുന്ന ഒരു പിച്ചക്കാരന് പോലും അവരുടെ സെമിത്തേരിയിൽ 10,000 കൊടുക്കാതെ 6 അടി മണ്ണ് ദാനം ചെയ്യാത്ത ഈ മതങ്ങൾ മാനുഷികതയെ, മനുഷ്യനെ, മാനവരാശിയെ, ഈ സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്നോ അതോ നന്മയിലേക്ക് നയിക്കുന്നോ? എൻ്റെ ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നു. യുവതലമുറയോട്, വരും തലമുറകളോട് എനിക്ക് പറയാനുള്ളത്, ഈ മതങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത്, ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് മതങ്ങളുടെ ശക്തി കൊണ്ടോ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. സ്വർഗനരകങ്ങളുടെ കഥകളും
പ്രേതകഥകളും പിശാചി കഥകളുമൊക്കെ ഓരോ കുഞ്ഞു ജനിച്ചു വീഴുമ്പോഴും അവൻ്റെ ഉപബോധ മനസ്സ് വരെ നമ്മൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാ മനുഷ്യനും ഇവിടെ അന്ധവിശ്വാസികളായി തീരുന്നതും അന്ധവിശ്വാസം നിലനിർത്താനായി ആയുധമെടുത്ത് മറ്റുള്ളവരെ കുത്തിക്കൊല്ലുന്നതും വെട്ടിക്കൊല്ലുന്നതുമായി തീരുന്നത്. ഇങ്ങനെ ഓരോ കുഞ്ഞിൻ്റെയും ഉപബോധ മനസ്സുകളിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന അന്ധവിശ്വാസം കൊണ്ടാണ്. ആ അന്ധവിശ്വാസം ഉപേക്ഷിച്ച് നമ്മുടെ മനുഷ്യനെ മാതൃകയിലേക്ക് നന്മയിലേക്ക് നയിക്കാൻ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കുട്ടികൾ പ്രായപൂർത്തിയാകുന്നത് വരെ അവനെ മതം പഠിപ്പിക്കരുതെന്നും മതപഠന ക്ലാസ്സുകളിൽ വിടരുതെന്നും ഈ രാജ്യത്തൊരു നിയമമുണ്ടായാൽ ഒരു 25-50 വർഷത്തിനുള്ളിൽ വർഗീയ ലഹളകളുണ്ടാക്കി പരസ്പരം വെട്ടിയും കുത്തിയും ചത്തൊടുങ്ങുന്ന ഈ മതങ്ങളെ ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്ത് ശാന്തിയും സമാധാനവും പാലിക്കുന്ന ഒരു തലമുറയെ നമുക്ക് ഇവിടെ വാഴിക്കാമെന്നും അതിലൂടെ ഈ രാജ്യത്തെ 147 കോടി ജനങ്ങളും സമ്പൽ സമൃദ്ധിയിലൂടെ സുന്ദരമായൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വരും തലമുറകൾക്ക് കഴിയുമാറാകണമെന്നും ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഒരഭ്യർത്ഥന കൂടി. ഈ ഗാന്ധിയൻ സോഷ്യലിസം നടപ്പാക്കാൻ എല്ലാ മനുഷ്യരും എല്ലാ പ്രേക്ഷകരും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഈ കേരളമാകെ പ്രചരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലാൽ സലാം ജനങ്ങളെ, ലാൽ സലാം സഖാക്കളെ.